നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിമിനറി പരീക്ഷയിൽ എടുത്തു ചോദിച്ചൊരു വിഷയമായിരുന്നു ബയോളജി. ബയോളജിയിൽ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ വന്നിരുന്നത്. 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നത് ജനിതക വിപ്ലവത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ജനിതക വിപ്ലവം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് എന്നാണ് പറയുന്നത്. അതിലൊരു ഉദാഹരണം പറയുന്നത്, കേരളത്തിൽ 2020 നടന്ന ഒരു കൊലപാതകത്തിൽ മൃതദേഹം കണ്ടെടുക്കാനായില്ല. എന്നാൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ കാറിൽ നിന്ന് ഒരു മുടിക്കഷ്ണം കിട്ടി. അതിൽ DNA വിശകലനം ചെയ്ത് കൊലപാതകയെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. കോടതി ശിക്ഷയും വിധിച്ചു. അപ്പോൾ ഈ ജനിതക വിപ്ലവം എങ്ങനെയാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നമുക്ക് നോക്കാം. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന പുരാതന മനുഷ്യരിൽ നിന്ന് ജൈവ സാങ്കേതിക വിദ്യയുടെയും ജനിതക ശാസ്ത്രത്തിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും ആധുനിക യുഗത്തിലേക്ക് മനുഷ്യരാശി എത്തി നിൽക്കുന്നു. തീയുടെ ഉപയോഗം, കൃഷിയുടെ ആരംഭം, സാമൂഹിക ജീവിതം, മൃഗങ്ങളെ മെരുക്കൽ തുടങ്ങിയവയിൽ നിന്ന് കോശവിജ്ഞാനീയം, ജീനുകൾ, DNA വിശകലനം, സിന്തറ്റിക് ബയോളജി തുടങ്ങിയ വലിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യർ അറിവിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പുതിയ ഉയരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ജൈവ സാങ്കേതിക വിദ്യയും ജെനറ്റിക് എഞ്ചിനീയറിംഗും അഥവാ ബയോടെക്നോളജി ആൻഡ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താണ് ജൈവ സാങ്കേതിക വിദ്യ എന്ന് നോക്കാം. ബയോടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ. ഓക്കെ, മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ. DNA ഘടന കണ്ടെത്തിയോടെ ജൈവ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വേഗം കൂടി എന്നാണ് പറയുന്നത്. എന്താണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് നോക്കാം. ജീനുകളെ കൂട്ടിച്ചേർത്തോ നീക്കം ചെയ്തോ ജീവികളിൽ അഭിലഷണീയ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ജീനുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ നീക്കം ചെയ്തുകൊണ്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജീവികളിൽ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. എങ്ങനെയാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നത് നോക്കാം. റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്നൊരു സാങ്കേതിക വിദ്യയാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ കൂടുതലായി പ്രയോഗിക്കപ്പെടുന്നത്. എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി? അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജെനറ്റിക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് നോക്കിയാലോ. 2 അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്ത് റീകോമ്പിനന്റ് DNA രൂപപ്പെടുത്തുന്ന ജൈവ സാങ്കേതിക വിദ്യയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇത്രയേ ഉള്ളൂ. റീകോമ്പിനന്റ് DNA ഉണ്ടാക്കുന്ന ടെക്നോളജിയാണ് എന്ത്? റീകോമ്പിനന്റ് DNA ടെക്നോളജി. അപ്പൊ എന്താണ് റീകോമ്പിനന്റ് DNA എന്ന് ഉദ്ദേശിക്കുന്നത്? 2 അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇതിൽ നിർദ്ദിഷ്ട ജീനിനെ മുറിച്ചെടുക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. നമുക്കറിയാം, നമുക്ക് എന്ത് വെട്ടി ഒട്ടിക്കണമെങ്കിലും കത്രികയും വേണം, പശയും വേണം, അല്ലേ? അപ്പോൾ നമ്മുടെ ജീന് മുറിക്കണമെങ്കിലും ജീൻ ഒട്ടിക്കണമെങ്കിലും എന്ത് വേണം? അത്തരത്തിൽ കത്രികയും പശയും വേണം. ആ കത്രികയുടെ പേരാണ്, നിർദ്ദിഷ്ട ജീനിനെ മുറിച്ചെടുക്കുന്ന കത്രികയുടെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം അഥവാ ജനിതക കത്രിക. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ആണ് ജനിതക കത്രിക എന്നറിയപ്പെടുന്നത്. അതിൽ 2 DNA ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ എന്ത് വേണം? പശ വേണം. ആ ജനിതക പശയെ ലിഗേസ് എൻസൈം എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ലിഗേസ് എൻസൈം. ജീനുകളെ വഹിക്കുന്ന വാഹകർ, അതുപോലെ തന്നെ റീകോമ്പിനന്റ് DNA പ്രവേശിപ്പിക്കുന്ന ആതിഥേയ കോശം എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട 4 ടേമാണ്. 1 ജനിതക കത്രിക. എന്താണ് ജനിതക കത്രിക? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. ഇനി മുറിച്ച ജീനിനെ നമുക്ക് ഒട്ടിക്കണ്ടേ? അതിന് നമുക്കൊരു പശ വേണം. ആ പശയുടെ പേരാണ് ലിഗേസ് എൻസൈം അഥവാ ജനിതക പശ. ഇനി നമ്മൾ ജീനുകൾ വഹിക്കുന്ന വാഹകരുണ്ടല്ലോ, അവരെ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക അഥവാ വാഹകര്. ഇനി എവിടേക്കാണ് നമ്മളിത് പ്രവേശിപ്പിക്കുന്നത്? അതിനെ ആതിഥേയ കോശം അഥവാ ഹോസ്റ്റ് സെൽ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആരാണ് ഈ ജീനിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരെന്ന് നോക്കിയാലോ. ബാക്ടീരിയയിലെ പ്ലാസ്മിഡ്. എന്താണ് ഈ പ്ലാസ്മിഡിന്റെ പ്രത്യേകത എന്നറിയോ? അത് വൃത്താകൃതിയിലുള്ള DNA ആണ്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയിലെ പ്ലാസ്മിഡ്, ചില വൈറസുകൾ എന്നിവ ജീൻ വാഹകരായി ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് നമുക്കൊന്ന് നോക്കിയാലോ, ഇതിന്റെ ഘടന നമുക്ക് നോക്കിയാലോ. മനുഷ്യന്റെ DNAയും അതുപോലെ തന്നെ ബാക്ടീരിയയിലെ പ്ലാസ്മിഡും. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായ അഭിലഷണീയ ജീനിനെ മുറിച്ചെടുക്കുന്നു. ഓക്കെയാണോ? അതുപോലെ തന്നെ ബാക്ടീരിയയിലെ പ്ലാസ്മിഡ്, ആ പ്ലാസ്മിഡിനെ മുറിച്ച് അതിന്റെ നിശ്ചിത ഭാഗം നീക്കം ചെയ്യുന്നു. ഇനി
മുറിച്ചെടുത്ത മനുഷ്യ ജീനിനെ എന്ത് ചെയ്യുന്നു? ഈ പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ജീനിനെ മുറിച്ചെടുത്ത ഈ പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ നമ്മുടെ ജീനിന്റെ ഒരു ഭാഗവും ആ പ്ലാസ്മിഡും കൂടെ എന്ത് ചെയ്യുന്നു? മനുഷ്യ ജീൻ ഉൾച്ചേർത്ത പ്ലാസ്മിഡിനെ ആതിഥേയ കോശത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ ഉൾച്ചേർത്ത ജീനുകൾ കോശത്തിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ജീനിനെ മുറിച്ചെടുക്കുന്നു, ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനെ മുറിക്കുന്നു, ആ പ്ലാസ്മിഡിലെ നിശ്ചിത ഭാഗം നീക്കം ചെയ്യുന്നു, എന്നിട്ട് ഈ മുറിച്ചെടുത്ത മനുഷ്യ ജീനിനെ ആ പ്ലാസ്മിഡിലേക്ക് എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കുകയാണ്. ഓക്കെ, അതിൽ നിശ്ചിത ഭാഗം നീക്കം ചെയ്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ മനുഷ്യ ജീനിനെ അതിന് ഒട്ടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ മനുഷ്യ ജീൻ ഉൾച്ചേർത്ത പ്ലാസ്മിഡിനെ ആതിഥേയ കോശത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഓക്കെ അല്ലേ? അപ്പോൾ വിവിധ മേഖലകളിൽ ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ബാക്ടീരിയകളെ ഉപയോഗിച്ച് മനുഷ്യ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ ബാക്ടീരിയകളെ ഉപയോഗിച്ച് മനുഷ്യ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, ക്രിസ്പർ, ഇതിനെന്താ വിളിക്കുക? ക്രിസ്പർ സാങ്കേതിക വിദ്യ എന്നാണ് കേട്ടോ. എന്താണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ? നമുക്ക് നോക്കാം. ഓക്കെ, അതിസൂക്ഷ്മതയോടെ DNA എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ആപ്പുകളും അല്ലേ, അത് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ DNA എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ക്രിസ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജീൻ എഡിറ്റിംഗ് അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ വൈറസുകളെ പ്രതിരോധിക്കാൻ ബാക്ടീരിയകൾ ഉപയോഗിക്കുന്ന വൈറസുകളെ പ്രതിരോധിക്കാൻ ബാക്ടീരിയകൾ ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തിയത്. ഓക്കെ, CS9 ഈ പേര് ഓർത്ത് വയ്ക്കണം, ഒരു എൻസൈമാണ്. ഓക്കെ, അത് DNA മുറിക്കാൻ കത്രികയായി ഉപയോഗിക്കുന്നു. അപ്പോൾ പേരെന്താണ്? Cas9 ഓർത്ത് വെച്ചാൽ മതി, CAS9. ഓക്കെ, ഒരു എൻസൈമാണത്. DNA മുറിക്കാൻ കത്രികയായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. മുറിക്കേണ്ട DNA ഭാഗം ഇത് കാണിച്ചു തരികയും ഒരു RNAയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആ RNA വിളിക്കുന്ന പേരാണ് എന്ത്? ഗൈഡ് RNA. ഗൈഡ് RNA. ഓക്കെ, ഗൈഡ് RNA. അപ്പോൾ കത്രിക CS9 ആണ്, മറ്റേത് എന്താണ്? ഗൈഡ് RNA ആണ്. ഓക്കെ, നമുക്ക് DNA ഭാഗം കാണിച്ചു തരുന്ന RNA വിളിക്കുന്ന പേരാണ് ഗൈഡ്, ഇല്ലേ? നമ്മളെ വഴികാട്ടുന്ന ആളാണ്. അപ്പോൾ ഗൈഡ് RNA എന്നാണ് വിളിക്കുക. അപ്പോൾ ലക്ഷ്യഭാഗം തിരിച്ചറിയൽ, ഐഡന്റിഫൈങ് ദ ടാർഗറ്റ്. ഗൈഡ് RNA കൃത്യമായി മുറിക്കേണ്ട DNA നമുക്ക് കാണിച്ചു തരും. ആ ഗൈഡ് RNA കണ്ടെത്തിയ DNA ഭാഗത്ത് എന്ത് ചെയ്യും? ഈ എൻസൈം മുറിക്കുകയും അതിന് എഡിറ്റിംഗ് ആയി നടക്കുന്ന ഒരു ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ രീതിയിൽ DNAയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണം എഡിറ്റ് ചെയ്യുന്നു. അതിലൂടെ ആവശ്യമില്ലാത്ത ഗുണം നീക്കാനോ പുതിയ ഗുണം ചേർക്കാനോ കഴിയും. അപ്പോൾ ക്രിസ്പർ സാങ്കേതിക വിദ്യയും അതിലെ എൻസൈമുകളും ഗൈഡ് RNAയും ജീൻ എഡിറ്റിങ്ങും നമ്മൾ നോക്കി വയ്ക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ലക്ഷ്യഭാഗം, ആ ഒരു ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് തരുന്ന ആള് ഗൈഡ് RNA ആണ്. അപ്പോൾ അത് എവിടെയാണ്, ഏത് DNA ആണ് അത് കട്ട് ചെയ്യേണ്ടത് പറഞ്ഞു തരും. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഗൈഡ് RNA കണ്ടെത്തിയ ഈ DNA എന്ത് ചെയ്യും? നമ്മുടെ എൻസൈം കട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഏത് ജീവിയുടെ സ്വഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത് അതിനാവശ്യമായ രീതിയിൽ DNAയിലെ നൈട്രജൻ ബേസ് ഉണ്ടല്ലോ അത് അവർ സെറ്റ് ചെയ്ത് അവിടെ എഡിറ്റ് ചെയ്യും. ഓക്കെ, അതിലൂടെ ആവശ്യമില്ലാത്ത ഒരു ഗുണം നീക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ഗുണം ചേർക്കാനോ നമുക്ക് കഴിയുകയാണ്. അപ്പോൾ ജനിതക മാറ്റം വരുത്തിയ ജീവികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയ സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളുമുണ്ട്. ഇവയെ ജനിതക മാറ്റം വരുത്തിയ ജീവികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് അങ്ങനെ മാറ്റം വരുത്തിയത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് BD കോട്ടൺ അല്ലേ. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ, അങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ജനിതക മാറ്റം വരുത്തിയ ജീവികളെ പഠിക്കുന്നത്. സസ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജനിതക മാറ്റം വരുത്തിയത്? കീടപ്രതിരോധ ശേഷിക്ക്, കളനാശിനി പ്രതിരോധത്തിന്, പോഷക സമൃദ്ധം, വൈറസ് പ്രതിരോധം, ഈ 4 സവിശേഷതയാണ് അതിനുള്ളത്. അപ്പോൾ കീടപ്രതിരോധ ശേഷി, കളനാശിനി പ്രതിരോധം, പോഷക സമൃദ്ധം, വൈറസ് പ്രതിരോധം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ് ഏതൊക്കെ? BD കോട്ടൺ, സോയാബീൻ, ഗോൾഡൻ റൈസ്, RSV പ്രതിരോധ പപ്പായ. അപ്പോൾ RSV പ്രതിരോധ പപ്പായ. കീടപ്രതിരോധ ശേഷിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? BD കോട്ടൺ. കളനാശിനി പ്രതിരോധം സോയാബീൻ, പോഷക സമൃദ്ധം ഗോൾഡൻ റൈസ്, വൈറസ് പ്രതിരോധം RSV പ്രതിരോധ പപ്പായ. ഇനി ജന്തുക്കൾ, വേഗത്തിൽ വളർച്ച, രോഗപ്രതിരോധം, ഉയർന്ന ഉൽപാദനക്ഷമത. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ മത്സ്യങ്ങളെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം, വേഗം വളരണം അല്ലേ, രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കണം, അവർക്ക് കൂടുതൽ ഉൽപാദനക്ഷമമായിരിക്കണം. അതിനാണ് സാൽമൺ മത്സ്യം ഇങ്ങനെ വികസിപ്പിച്ചെടുത്തതാണ്. ഓക്കെ, ഫ്ലൂറസെൻസ് ഗ്ലോ ഫിഷ്. ഓക്കെ, ഇനി സൂക്ഷ്മജീവികളിലാണെങ്കിലോ മാലിന്യങ്ങളെ വിഘടിപ്പിക്കാനുള്ള ശേഷി, ആ ഒരു ഗുണം നമ്മളെ ഏതിലേക്കാണ്? സ്യൂഡോമോണസ് പുട്ടിഡ,
ഇൻസുലിൻ ഉൽപാദക ശേഷി, കോളി, ഫെർമെന്റേഷൻ ശേഷി, ബേക്കേഴ്സ് ഈസ്റ്റ്, മികച്ച നൈട്രജൻ സ്ഥിരീകരണ ശേഷി, റൈസോബിയം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. HGP ജീനുകളാണ് നമ്മുടെ സ്വഭാവങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ ആകെ തുകയാണ് ജീനോം. മനുഷ്യന്റെ ജീനോമിൽ ഏകദേശം 300 കോടി, എത്രയാണ്? മനുഷ്യന്റെ ജീനോമിൽ ഏകദേശം 300 കോടി DNA ബേസ് ജോഡികളുണ്ട്. മനുഷ്യ ജീനോമിലെ വിവരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ 1990 ആരംഭിച്ച് 2003 പൂർത്തിയായ ഒരു വലിയ ആഗോള ശാസ്ത്രീയ സംരംഭമായിരുന്നു ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. അപ്പോൾ 90 ആരംഭിച്ച് 2003 അത് പൂർത്തിയായത്. ഇത്രയും വർഷം എടുത്തു എന്ന് ഓർക്കണം. DNA ജീനുകളുടെ, ഇപ്പോൾ DNA ജീനുകളെ സ്ഥാനം കണ്ടെത്തുന്ന ജീൻ മാപ്പിംഗ് സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ എന്താണ് ജീൻ മാപ്പിംഗ്? DNA ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്നതാണ് ഇതിന് സഹായകമായത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പ്രൊജക്റ്റിലൂടെ താഴെ പറയുന്ന വസ്തുതകൾ കണ്ടെത്തി. എന്തൊക്കെ കണ്ടെത്തി? മനുഷ്യന്റെ ജീനോമിലെ 300 കോടി ബേസ് ജോഡികളുടെ കൃത്യമായ ക്രമം. 20,000 മുതൽ 25,000 വരെ ജീനുകളാണ് മനുഷ്യരിലുള്ളത്. 20,000 മുതൽ 25,000 വരെ ജീനുകളാണ് മനുഷ്യരിലുള്ളത്. മനുഷ്യ ജീനോമിന്റെ ഏകദേശം 1 മുതൽ 2% മാത്രമാണ് പ്രവർത്തനക്ഷമമായത്. ബാക്കിയുള്ള വലിയ ഭാഗം ജങ്ക് DNA എന്നറിയപ്പെടുന്നു. അതിന്റെ യഥാർത്ഥ ധർമ്മങ്ങൾ എന്താണെന്ന് ഇപ്പോഴും പഠനം നടന്നു വരികയാണ്. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പം അത്തരത്തിൽ ഒരു 1 മുതൽ 2% മാത്രമാണ് പ്രവർത്തനക്ഷമം. ബാക്കിയൊക്കെ ജങ്കാണ്. എന്തിനാണ് ഈ ജങ്ക് എന്ന് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജീനോം, അതുപോലെ തന്നെ ജീൻ മാപ്പിംഗ്, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മനുഷ്യ ജീനോമിലെ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ 1990 ആരംഭിച്ച് 2003 പൂർത്തിയായ ഒരു വലിയ ആഗോള ശാസ്ത്രീയ സംരംഭമാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. അപ്പം എന്താണ് ഹ്യൂമൻ ജീനോം? ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ, ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ ആകെ തുകയാണ് ജീനോം. എന്താണ് ജീൻ മാപ്പിംഗ്? DNA ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഓക്കെ അല്ലേ? അടുത്തത് ജീൻ തെറാപ്പി. എന്താണ് ജീൻ തെറാപ്പി? നമ്മുടെ ശരീരത്തിലെ ജീനുകൾക്ക് തകരാറുകൾ ഉണ്ടാകുമ്പോൾ പല രോഗങ്ങളും വരും അല്ലേ? അപ്പൊ തകരാറുള്ള ജീനുകളെ നീക്കം ചെയ്ത് പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ കോശങ്ങളിലേക്ക് എത്തിച്ച് രോഗങ്ങളെ ചികിത്സിക്കുന്ന രീതിയാണ്. അപ്പോൾ ആർക്കാണെങ്കിലും തകരാറുണ്ടാവും അല്ലേ? ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുന്നതാണല്ലോ. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ജീനുകൾക്ക് തകരാറുണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ ഈ തകരാറുള്ള ജീനിനെ നീക്കം ചെയ്ത് പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ കോശങ്ങളിൽ എത്തിച്ച് രോഗങ്ങളെ ചികിത്സിക്കുന്ന രീതിയാണ് ജീൻ തെറാപ്പി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സിക്കിൾ സെൽ അനീമിയ ഒരു പാരമ്പര്യ രോഗമാണ് അല്ലേ? അപ്പോൾ ഈ രോഗത്തിന് മുമ്പ് ഫലപ്രദമായ ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഒരു ജീൻ തെറാപ്പി ചികിത്സയ്ക്ക് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് പറയും അല്ലേ? രോഗിയുടെ വിത്തുകോശങ്ങളിൽ ജനിതക മാറ്റം വരുത്തി ശരീരത്തിലേക്ക് തിരികെ നിക്ഷേപിക്കുന്നതിനാൽ ഈ ചികിത്സാ രീതിയെ ജീൻ തെറാപ്പി എന്നും സ്റ്റെം സെൽ തെറാപ്പി എന്നും വിശേഷിപ്പിക്കാം. അതായത് അപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതക രോഗമാണെന്നും, അതായത് ഒരു പാരമ്പര്യ രോഗമാണെന്നും അതിന് ചികിത്സയില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള മാറ്റം വന്നു കഴിഞ്ഞു. രോഗിയുടെ വിത്തുകോശങ്ങളിൽ അഥവാ സ്റ്റെം സെൽസിൽ ജനിതക മാറ്റം വരുത്തി ശരീരത്തിലേക്ക് തിരികെ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി അഥവാ സ്റ്റെം സെൽ തെറാപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെയാണോ? അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നോക്കിക്കേ. ആദ്യം രക്തകോശങ്ങളെ രൂപപ്പെടുത്തുന്ന വിത്തുകോശങ്ങൾ. അപ്പോൾ നമുക്കറിയാം എന്താണ് സ്റ്റെം സെല്ലാണ് ഈ രക്തകോശങ്ങളെ രൂപപ്പെടുത്തുന്നത് അല്ലേ? ആ രക്തകോശങ്ങളെ രൂപപ്പെടുത്തുന്ന വിത്തുകോശങ്ങൾ ശേഖരിക്കുന്നു. വൈറസിനെ വാഹകരായി ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമായ ജീനിനെ വിത്തുകോശങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ജീൻ സന്നിവേശിപ്പിച്ച വിത്തുകോശങ്ങളിലേക്ക് ജീൻ സന്നിവേശിപ്പിച്ച വിത്തുകോശങ്ങളെ രോഗിയിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഒന്നുകൂടെ വിത്തുകോശങ്ങൾ ശേഖരിക്കുന്നു. അപ്പോൾ വൈറസിനെ വാഹകരായി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനിനെ എന്ത് ചെയ്യുന്നു? ഈ വിത്തുകോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും. എന്നിട്ട് ഈ വിത്തുകോശങ്ങളിലേക്ക് ഇപ്പോൾ എന്തുണ്ട്? പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ജീൻ സന്നിവേശിപ്പിച്ച് വിത്തുകോശങ്ങളെ രോഗിയിലേക്ക് കടത്തിവിടുന്നു. അതായത് സിക്കിൾ സെൽ അനീമിയുള്ള ഒരു വ്യക്തിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിത്തുകോശങ്ങൾ ശേഖരിക്കുകയും ആ പ്രവർത്തനക്ഷമമല്ലാത്ത ജീന് കാരണമാണ് അവർക്ക് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അതിലേക്ക് പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനിനെ തിരിച്ച് നിറച്ച് വയ്ക്കും. എന്നിട്ട് നിറച്ച് വെച്ചിട്ടുള്ള ആ ഒരു വിത്തുകോശത്തെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആ രോഗിയിലേക്ക് തന്നെ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ആ പ്രോസസ്സ് എന്ത് ചെയ്യും? സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ ഓർത്താൽ മതി, നമ്മൾ ആദ്യം വിത്തുകോശം ശേഖരിക്കുന്നു. വൈറസിനെ വാഹകരായി വെച്ചുകൊണ്ട് ഒരു പ്രവർത്തനക്ഷമമായ ജീനിനെ ആ വിത്തുകോശങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച ശേഷം
ആ ജീൻ സന്നിവേശിപ്പിച്ച വിത്തുകോശങ്ങൾ എന്ത് ചെയ്യുന്നു? രോഗിയിലേക്ക് കടത്തിവിടുന്നു. എടുക്കുന്നു, നിറയ്ക്കുന്നു, തിരിച്ചു വയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. സൊമാറ്റിക് ജീൻ തെറാപ്പിയിലൂടെ ആരോഗ്യമുള്ള ജീനുകളെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. എന്താണ് ജീൻ തെറാപ്പി നോക്കാം. സൊമാറ്റിക് ജീൻ തെറാപ്പിയിലൂടെ ആരോഗ്യമുള്ള ജീനുകളെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. അതായത് പേശി, കരൾ, രക്തകോശങ്ങൾ അല്ലേ, അവിടെയിലൊക്കെ. ഈ ചികിത്സാ രീതിയുടെ ഫലം ചികിത്സിക്കപ്പെടുന്ന വ്യക്തിയിൽ മാത്രമായിരിക്കും. അതായത് ജീൻ മാറ്റങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടില്ല. എന്നാൽ ജേം ലൈൻ ജീൻ തെറാപ്പിയിൽ ജീനുകളെ പ്രത്യുൽപാദന കോശങ്ങളിലേക്ക് മാറ്റുന്നു. ഈ രീതിയിലുണ്ടാകുന്ന ജനിതക മാറ്റങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് ധാർമ്മികവും സാമൂഹികവും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ എന്തോ ഉയർത്തിക്കോട്ടെ. എങ്ങനെയാണ് സൊമാറ്റിക് ജീൻ തെറാപ്പിയിലൂടെയാണ് ആരോഗ്യമുള്ള ജീനുകളെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് ഈ പ്രത്യുൽപാദന കോശങ്ങളിലേക്ക് എല്ലാം തന്നെ എത്തില്ല. ചില കോശങ്ങളിലേക്ക് മാത്രമേ എത്തുള്ളൂ. പേശി, കരൾ, രക്തകോശങ്ങൾ ഇവയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ചികിത്സാ രീതിയുടെ ഫലം ചികിത്സിക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. അതെന്ത് ചെയ്യില്ല, പാരമ്പര്യമായിട്ട് കൈമാറി വരില്ല. നമുക്കറിയാം ഇത് പാരമ്പര്യ രോഗമല്ലേ, ഒരു തലമുറയിൽ നിന്നും അടുത്തൊരു തലമുറയിലേക്ക്. ഇന്ന് സിക്കിൾ സെൽ അനീമിയ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ കുഞ്ഞിനുള്ളതുകൊണ്ട് അടുത്ത തലമുറയ്ക്കും അത് വ്യാപിക്കപ്പെടും. അപ്പോൾ ജേം ലൈൻ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പി ഉണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ ഇത് പ്രത്യുൽപാദന കോശങ്ങളിലേക്ക് കൂടെ മാറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യില്ല, ഇത് വരാതിരിക്കാനുള്ള സാധ്യത കുറയും. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു തലമുടിയുടെ കേസ് പറഞ്ഞില്ലേ. ആ കുറ്റകൃത്യം നടന്ന ലഭിക്കുന്ന മുടിയുടെയോ അല്ലെങ്കിൽ രക്തത്തിൻ്റെയോ ഉമിനീരിൻ്റെയോ ഒരു അംശം മതി ആരാണ് കുറ്റവാളി നമുക്ക് കണ്ടെത്താൻ അല്ലേ. അപ്പോൾ അതിനെ ഉപയോഗിച്ച് അത് ഏത് ടെക്നിക്കാണെന്ന് നോക്കിക്കേ. DNA ഫിംഗർ പ്രിൻറ്റിങ്. ആ പ്രോസസ്സിൻ്റെ പേരെന്താണ്? DNA ഫിംഗർ പ്രിൻറ്റിങ്. എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിങ് നോക്കിയാലോ. എല്ലാ മനുഷ്യരിലും 99.9% DNA ഒരുപോലെയാണ്. ബാക്കിയുള്ള 0.1% വ്യക്തികൾ തമ്മിൽ വ്യതിയാനങ്ങൾ കാണപ്പെടുന്നു. DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. അപ്പോൾ നമുക്കറിയാം ഈ 99.9% ഒരുപോലെയാണ്. ബാക്കിയുള്ള 0.1% നിന്നാണ് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ DNA ന്യൂക്ലിയോടൈഡ് ആ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്തുകൊണ്ട് ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. വിരലടയാളം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ പ്രസ്തുത ക്രമീകരണവും ഓരോ വ്യക്തിയിലും, അതായത് ന്യൂക്ലിയോടൈഡിൻ്റെ ക്രമീകരണം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഈ സവിശേഷത വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. വ്യത്യാസങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് പ്രോട്ടീനുകളെ ഉണ്ടാക്കാൻ സഹായിക്കാത്ത ഭാഗങ്ങളിലാണ്. ഈ ഭാഗങ്ങളിൽ ചില DNA ശ്രേണികൾ ആവർത്തിച്ച് കാണാറുണ്ട്. ആവർത്തനങ്ങളുടെ എണ്ണത്തിലും ക്രമീകരണത്തിലും വ്യക്തികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. മാതാപിതാക്കളും സന്താനങ്ങളും സഹോദരങ്ങളും തമ്മിൽ DNA പാറ്റേണുകൾക്ക് കൂടുതൽ സാദൃശ്യം. അപ്പോൾ സന്താനം, സഹോദരൻ, മാതാപിതാക്കൾ ഇവർ തമ്മിൽ DNA പാറ്റേൺ കൂടുതൽ സാദൃശ്യം കാണപ്പെടും. ഓക്കെ അല്ലേ. ഈ മനുഷ്യനെ നമ്മൾ നോക്കണം. ബ്രിട്ടീഷ് ജനിതക ശാസ്ത്രജ്ഞനായ സർ അലക് ജെഫ്രി ബ്രിട്ടീഷ് ജനിതക ശാസ്ത്രജ്ഞനാണ്. 1984 സെപ്റ്റംബർ 10 ലെസിസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് DNA ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചു. ഏത വർഷം? 84. ആരാ കണ്ടുപിടിച്ചത്? അലക് ജെഫ്രി. എന്താ കണ്ടുപിടിച്ചത്? DNA ഫിംഗർ പ്രിൻറ്റിങ്. ഒരു DNA എക്സ്റേ ഫിലിം നിരീക്ഷിക്കുമ്പോൾ വ്യക്തികളുടെ DNA പാറ്റേണുകളിലെ വ്യത്യാസങ്ങൾ അവരെ തിരിച്ചറിയാൻ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഓരോ വ്യക്തിക്കും തനതായ DNA പാറ്റേൺ ഉണ്ടെന്നും അത് വിരലടയാളം പോലെ അതുല്യമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ സർ അലക് ജെഫ്രിയാണ് നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചത്. ഏതാ വർഷം? 1984. മൂപ്പര് എന്താ ചെയ്തത്? മൂപ്പര് എങ്ങനെ DNA എക്സ്റേ ഫിലിം നോക്കില്ല, അതുപോലെ DNA എക്സ്റേ ഫിലിം നോക്കുന്ന സമയത്ത് നമ്മുടെ വ്യക്തികളിലെ DNA പാറ്റേണിലെ വ്യത്യാസങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. അങ്ങനെയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് ഒക്കെ വന്നത്. അങ്ങനെയാണ് കുറ്റവാളികൾക്ക് പിടിക്കപ്പെടാൻ തുടങ്ങിയത് അല്ലേ. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപയോഗങ്ങൾ ഒന്നാം നമ്മൾ പറഞ്ഞു, കുറ്റവാളികളെ തിരിച്ചറിയാൻ. പിന്നെ ഈ ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാനും പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജൈവികബന്ധം നിർണ്ണയിക്കാനും ഫോസിലുകൾ തിരിച്ചറിഞ്ഞ വംശപരമ്പര മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചു. അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ പെട്ടവർ അല്ലേ, നമുക്കറിയാം അല്ലേ, പുത്തുമലയിലൊക്കെ എന്താണ് നടന്നത് അല്ലേ, അവരുടെ DNA വെച്ചിട്ടാണ് നമ്മളത് എല്ലാവരും കണ്ടുപിടിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാൻ
അപ്പോൾ കുറ്റവാളികളെ തിരിച്ചറിയാനും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാനും അപകടങ്ങളിലെ ദുരന്തങ്ങളിൽ പെട്ടവരെ തിരിച്ചറിയാനും ഫോസിലുകൾ തിരിച്ചറിഞ്ഞ് വംശപരമ്പര മനസ്സിലാക്കാനും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജൈവിക ബന്ധം നിർണ്ണയിക്കാനും ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാനും പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഇത് സഹായിച്ചു. അപ്പോൾ എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്നും അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നും അതിൻ്റെ പ്രായോഗിക സാധ്യത എന്താണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ SCERTയിൽ നിന്ന് PSC പ്രിലിംസിന് എടുത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഓർഗനോയിഡ്. എന്താണ് ഓർഗനോയിഡ്? ഓർഗനോയിഡുകളും 3D പ്രിൻറ്റിങ്ങും. ഓർഗനോയിഡുകൾ എന്നത് ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളാണ്. രോഗങ്ങളെപ്പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. നിലവിൽ ദാതാക്കളുടെ കുറവ്, അണുബാധ, പുതിയ അവയവം നിരസിക്കാനുള്ള ശാരീരിക പ്രവണത എന്നിവ അവയവമാറ്റ ശസ്ത്രക്രിയയിലെ വലിയ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികൾ മറികടക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അവയുടെ 3D പ്രിൻറ്റിംഗ്. MRI അല്ലെങ്കിൽ CT സ്കാൻ ഉപയോഗിച്ച് ആ അവയവങ്ങളുടെ രൂപരേഖകൾ ശേഖരിക്കുന്നു. ഈ രൂപരേഖകളും ബയോ ഇങ്കുകളും, അതായത് ജീവനുള്ള കോശങ്ങൾ, മറ്റ് ജൈവവസ്തുക്കൾ, വളർച്ചാ ഘടകങ്ങൾ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ബയോ ഇങ്കും. നോക്കി വെച്ചേ, ജീവനുള്ള കോശങ്ങൾ, മറ്റ് ജൈവവസ്തുക്കൾ, വളർച്ചാ ഘടകങ്ങൾ, ഇവ മൂന്നും ഉൾപ്പെട്ടതാണ് ബയോ ഇങ്ക്. അപ്പോൾ ഈ രൂപരേഖയും, അതായത് MRI അല്ലെങ്കിൽ CT വെച്ചെടുത്ത ഈ രൂപരേഖയും ബയോ ഇങ്കുകളും 3D പ്രിന്ററിലേക്ക് നൽകും. ബയോ ഇങ്കുകൾ ഉപയോഗിച്ച് 3D ബയോ പ്രിന്റർ അവയവ മാതൃകകൾ നിർമ്മിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഭാവിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ വലിയ ചലനങ്ങൾക്ക് കാരണമായേക്കാം. ഇപ്പോൾ ഓർഗനോയിഡ് എന്ന് പറയുമ്പോൾ ആ രോഗത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളാണ്. ഇത് രോഗങ്ങളെപ്പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇന്ന് അവയവദാനം എന്ന് പറയുമ്പോൾ ഒരു ദാതാവിനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക സാധ്യമല്ല അല്ലേ. അപ്പോൾ അതും അണുബാധയും പുതിയ അവയവം നിരസിക്കാനുള്ള ശാരീരിക പ്രവണതയൊക്കെ ഈ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ വലിയൊരു വെല്ലുവിളിയാണ്. അതൊക്കെ മറികടക്കാനാണ് ഈ 3D ബയോ പ്രിൻ്ററും അതിൻ്റെ മോഡലുകളൊക്കെ വന്നത്. നമുക്ക് ഉപകാരപ്പെടട്ടെ, അങ്ങനെ അതായത് മനുഷ്യശാസ്ത്രത്തിന് ഉപകാരപ്പെടട്ടെ. ഓക്കെ, ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്. മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരമാണ് ഹ്യൂമൻ മൈക്രോബയോം. എന്താണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്? മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും, അപ്പോൾ നമ്മളുമായിട്ട് ഡെയിലി കോണ്ടാക്റ്റ് ഉള്ള ഈ സൂക്ഷ്മാണുക്കളുടെ അവയുടെ ജീനുകളുടെയൊക്കെ ശേഖരത്തെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ മൈക്രോബയോം. ഓക്കെ, ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്. നോക്കിക്കേ, ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ സമൂഹമാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്. അപ്പോൾ HMPയിൽ ഇല്ലാത്ത ആൾക്കാർ ചോദിച്ചാൽ അറിയണ്ടേ? അപ്പോൾ ഉള്ള ആൾക്കാരായിരിക്കുക ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസ്. ശരീരകോശങ്ങളെക്കാൾ 10 മടങ്ങ് സൂക്ഷ്മജീവികൾ നമ്മുടെ ഉള്ളിലുണ്ട്. രോഗപ്രതിരോധം, ദഹനം, വിറ്റാമിനുകളുടെ നിർമ്മാണം, ആഗിരണം തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾ അവ നമുക്ക് തരുന്നു. അപ്പോൾ എല്ലാ സൂക്ഷ്മജീവികളും ഉപദ്രവകാരികളല്ല, ചിലരൊക്കെ നമുക്ക് ഉപകരിക്കുന്നുണ്ട്. എങ്ങനെ? നമ്മുടെ രോഗപ്രതിരോധത്തെയും ദഹനത്തെയും വിറ്റാമിനുകളുടെ നിർമ്മാണത്തെയും ആഗിരണത്തെയൊക്കെ സഹായിക്കുന്നവരാണ്. അപ്പോൾ അവയെക്കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്നതിനായി 2007 ഏതാ വർഷം പറഞ്ഞേ? 2007 അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്. മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾ മാത്രമല്ല കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അടങ്ങിയിട്ടുണ്ടെന്നും അവയുടെ സഹവർത്തിത്വം ജീവന്റെ സുസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമാണെന്നും HMP തെളിയിച്ചു. രോഗമാണ് മാത്രമല്ലെന്നും ശരീരത്തിലെ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും രോഗാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അത് വെളിപ്പെടുത്തി. ഈ അറിവ് രോഗനിർണയത്തിനും ചികിത്സാ രീതികൾക്കുമുള്ള പുതിയ വഴികൾ തുറന്നു. വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിനനുസരിച്ച് ചികിത്സകൾ ക്രമീകരിക്കുന്നതിനും ഈ പ്രൊജക്റ്റ് വലിയ സാധ്യതയാണ് തുറന്നിട്ടത്. അപ്പോൾ മൈക്രോബയോം എന്താണെന്ന് നോക്കണം. എന്താണ് മൈക്രോബയോം? നമ്മൾ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരമാണ് ഹ്യൂമൻ മൈക്രോബയോം. ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്താണ് മൈക്രോബയോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇവയെക്കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കാനായിട്ട് 2007 അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ മാത്രമല്ല കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുണ്ടെന്നും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാകാനുള്ള കാരണം രോഗാണുക്കൾ മാത്രമല്ലെന്നും അല്ലേ, ഇതിലുണ്ടാകുന്ന സന്തുലിതാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന വെളിപ്പെടുത്തതാണ് ഈ HMP പ്രൊജക്റ്റ് നമുക്ക് ചെയ്തു തന്നത്. ഇനി ഇവ എന്തൊക്കെ സേവനങ്ങളാണ് നൽകുന്നത്? വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിനനുസരിച്ച് ചികിത്സകൾ ക്രമീകരിക്കുന്നതിനും
ഈ പ്രൊജക്റ്റ് വലിയ സാധ്യതയാണ് തുറന്നിട്ടത്. ഇനി മലത്തെയും മരുന്നാക്കുന്ന ശാസ്ത്രം. മലം അല്ലേ, അയ്യേ മലം മരുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലെ വിചാരിക്കും നമ്മളല്ലേ. അപ്പോൾ നെറ്റി ചുളിക്കാൻ വരട്ടെ, സംഗതി ശരിയാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കോടാനുകോടി സൂക്ഷ്മജീവികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ മുഖ്യ ഇനം ബാക്ടീരിയകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മുഖ്യ ഇനം ഏതാണെന്നല്ലോ ബാക്ടീരിയകളാണ്. അപ്പോൾ മരുന്നിനെതിരെ പ്രതിരോധശേഷി നേടിയ ക്ലോസ്ട്രിഡിയം ഡിഫ്യൂസൽ പറഞ്ഞേ, മരുന്നിനെതിരെ പ്രതിരോധശേഷി നേടിയ ക്ലോസ്ട്രിഡിയം ഡിഫ്യൂസൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഗുരുതരമായ കുടൽ അണുബാധകൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലിക്കില്ല. അപ്പോഴാണ് മലം മരുന്നായി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചികിത്സ ഫലപ്രദമാക്കുന്നത്. ഈ ചികിത്സയ്ക്കായി ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ മലത്തിൽ നിന്ന് ദഹനത്തെ സഹായിക്കുന്ന ഉപകാരികളായ ബാക്ടീരിയകളെ ശേഖരിച്ച് അവയെ ക്യാപ്സ്യൂളുകളിലേക്ക് മാറ്റുന്നു. ഈ പൂപ്പ് പില്ലുകൾ, എന്താണ് പൂപ്പ് പിൽ? ഓക്കെ, നമ്മുടെ മലത്തിൽ നിന്ന് എടുക്കുന്ന ബാക്ടീരിയകൾ. അപ്പോൾ ഈ പൂപ്പ് പില്ലുകൾ രോഗിക്ക് നൽകുമ്പോൾ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും ക്ലോസ്ട്രിഡിയം ഡിഫ്യൂസിൽ അണുബാധയെ പ്രതിരോധിക്കാനും സാധിക്കുന്നു. ലോകാരോഗ്യ സംഘടന പൂപ്പ് ചികിത്സ അംഗീകരിച്ചു കഴിഞ്ഞു. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ശാസ്ത്രം അതിൻ്റെ രീതിയിലൂടെ പ്രശ്ന പരിഹാരത്തിനായി ഏത് വഴിയും സ്വീകരിക്കുന്നതിൻ്റെ ഉദാഹരണമാണിത്. അപ്പോൾ നമ്മൾ നെറ്റി ചുളിക്കെങ്കിൽ നമ്മൾ ഗോമൂത്ര ചികിത്സയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഇങ്ങോട്ട് ഓർത്താൽ മതി. ഇപ്പോൾ മലം എന്താണോ മരുന്നാക്കി മാറ്റുകയാണ്, ആ പേര് ഓർത്തോളൂ. മരുന്നിനെതിരെ പ്രതിരോധശേഷി നേടിയ ക്ലോസ്ട്രിഡിയം ഡിഫ്യൂസൽ ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ അവർക്ക് മരുന്നൊന്നുമല്ല. അപ്പോൾ എന്ത് ചെയ്യണം, മുള്ളിന് മുള്ളുകൊണ്ട് നേരിടുകയാണ്. ഈ ക്ലോസ്ട്രിഡിയം ഡിഫ്യൂസിലിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മലത്തിൽ നിന്നും ഈ പൂപ്പ് പില്ലുകൾ, ഉപകാരികളായ ബാക്ടീരിയകളെ, നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഉപകാരികൾ ആരാണ് പറഞ്ഞ്, ബാക്ടീരിയ. ആ ബാക്ടീരിയകളെ ശേഖരിച്ചുകൊണ്ട് അവയെ ക്യാപ്സ്യൂളാക്കി എന്ത് ചെയ്യുന്നു, നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ എന്ത് ഈ പൂപ്പ് പില്ലുകൾ രോഗിക്ക് കൊടുക്കുമ്പോൾ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും ക്ലോസ്ട്രിഡിയം ഡിഫ്യൂസിൽ അണുബാധയെ പ്രതിരോധിക്കാനും കഴിയും. എന്താ അല്ലേ. ഓക്കെ, രോഗനിർണയം, ചികിത്സ, വ്യക്തിഗത മരുന്ന്, ജീനോം സീക്വൻസിങ്, കൃഷി മെച്ചപ്പെടുത്തൽ, മലിനീകരണം, ബയോ ഇൻഫോർമാറ്റിക്സ്. ഇതൊക്കെ ഈ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ഉപയോഗങ്ങളാണ്. എന്താണ് നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ കമ്പ്യൂട്ടർ സയൻസ്, ഗണിതശാസ്ത്രം, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളെ സംയോജിപ്പിച്ച് ജീവശാസ്ത്ര ദത്തം അഥവാ ബയോളജിക്കൽ ഡാറ്റ വിശകലനം ചെയ്യുന്ന നൂതന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. പറഞ്ഞേ, അപ്പോൾ എന്തൊക്കെയായിരുന്നു, കമ്പ്യൂട്ടർ സയൻസും മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബയോളജിക്കൽ ഡാറ്റ വിശകലനം ചെയ്യുന്ന ഒരു നൂതന ശാസ്ത്ര സാങ്കേതിക ശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ എന്താണ് രോഗനിർണയം, ചികിത്സ, പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതിനും രാസവസ്തുക്കളുടെ ഫലപ്രാപ്തി പ്രവചിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതി ഇതിലൂടെ നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും. വ്യക്തിഗത മരുന്ന് ഓരോ വ്യക്തിയുടെയും ജനിതക ഘടനയും ആരോഗ്യ വിവരങ്ങളും വിശകലനം ചെയ്ത് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതി നമുക്ക് ചെയ്യാൻ പറ്റും, ശുപാർശ ചെയ്യാൻ പറ്റും അല്ലേ. ജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനിതക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുക. അതാണ് ജീനോം സീക്വൻസിങ്. ജനിതക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. കൃഷി മെച്ചപ്പെടുത്തൽ, മണ്ണിന്റെ ആരോഗ്യം നിരീക്ഷിക്കുന്നു, വിളകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ പ്രവചിക്കുന്നു. മലിനീകരണം, വായുജല മലിനീകരണ നിലവാരം പ്രവചിക്കുകയും ലഘൂകരണ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ബയോ ഇൻഫോർമാറ്റിക്സ് വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ലഘൂകരണ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, പരിസ്ഥിതി സംരക്ഷിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക. ഇതാണ് പരീക്ഷിക്കുന്ന ചോദ്യം. വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ, ആഗോള ജൈവവിദ്യ ഡാറ്റ സെൻസറുകൾ, ക്രിയോ പ്രിസർവേഷൻ, ബയോ റെമിഡിയേഷൻ. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്, ബയോ റെമിഡിയേഷൻ. അപ്പോൾ എന്താണ് വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ? ആ പേരിൽ തന്നെയുണ്ട്. വന്യമൃഗങ്ങളുടെ ചലനം, പെരുമാറ്റം, സ്ഥാനം എന്നിവ നിരീക്ഷിച്ച് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയും സഹായിക്കുന്നു. അപ്പോൾ വന്യജീവി സംരക്ഷകരാണല്ലോ ഇതിന് പുറപ്പെടുക. അപ്പോൾ എന്ത് ചെയ്യണം, വന്യമൃഗങ്ങളുടെ ചലനം അറിയണം, അവയുടെ പെരുമാറ്റം അറിയണം, അവരുടെ സ്ഥാനം അറിയണം. ഇതൊക്കെ നിരീക്ഷിച്ച് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയും സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് വന്യമൃഗ ട്രാക്കിംഗ് സെൻസർ അഥവാ വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസേഴ്സ്. ആഗോള ജൈവവിദ്യ ഡാറ്റ സെൻസറുകൾ, ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡാറ്റ സെൻസേഴ്സ്. എന്താണ്, ഉപഗ്രഹ റിമോട്ട് സെൻസിങ്, ശബ്ദ വിശകലനം, ക്യാമറ ട്രാപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ഉപഗ്രഹ റിമോട്ട് സെൻസിങ്, ശബ്ദ വിശകലനം, ക്യാമറ ട്രാപ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആഗോള ജൈവ വൈവിധ്യ ഡാറ്റ സെൻസർ അഥവാ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡാറ്റ സെൻസേഴ്സ്. ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ, ക്രയോ നമുക്കറിയാം താഴ്ന്നത് അല്ലേ, വളരെ താഴ്ന്ന താപനിലയിൽ -196 ആണ്. ഓർക്കണേ, ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയ.
വൈദ്യശാസ്ത്രം, കൃഷി, ഗവേഷണം തുടങ്ങിയ മേഖലയിൽ ദീർഘകാല സംഭരണത്തിനായി ഇത് പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഇത് ക്രയോ പ്രിസർവേഷൻ. ക്രയോ എന്ന് പറഞ്ഞാൽ താഴ്ന്നത് നിർത്താൽ മതി. വളരെ താഴ്ന്ന താപനിലയിൽ, ഓക്കെ, വളരെ താഴ്ന്ന താപനിലയിൽ -196°C, ഓക്കെ. അപ്പോൾ വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും, ഒന്നുകൂടെ പറഞ്ഞേ, ക്രയോ പ്രിസർവേഷൻ, വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണിത്. വൈദ്യശാസ്ത്രം, കൃഷി, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാല സംഭരണത്തിനായി ഇത് പ്രയോജനപ്പെടുത്തുന്നു. ബയോ റെമിഡിയേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ്, ജലം, വായു, ഇതാണ് മലിനമാവാൻ സാധ്യത കൂടുതൽ, അല്ലേ? അപ്പോൾ ബയോ റെമിഡിയേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ബയോ റെമിഡിയേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ നോക്കിക്കേ, കുറച്ച് കാര്യങ്ങൾ നമ്മളിത് നോക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മാനവരാശിയെ പുരോഗതിയുടെ പാതയിലൂടെ അതിവേഗം മുന്നേറാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ സംജാതമാകുന്നു. അപ്പോൾ ഒരു ഗുണം ഉണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ഉണ്ടാവും, അല്ലേ? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട പ്ലാസ്റ്റിക്. അപ്പോൾ എന്നാണ് പ്ലാസ്റ്റിക് വന്നേ? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിമറിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് മലിനീകരണത്തിന് പ്രധാന കാരണം പ്ലാസ്റ്റിക്കാണ്. അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയായ സമുദ്രത്തെ പോലും വീർപ്പുമുട്ടിക്കുന്നു. പ്ലാസ്റ്റിക് മലിനീകരണത്തോടൊപ്പം ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇന്ന് നാം അഭിമുഖീകരിക്കുന്നു. പസഫിക് സമുദ്രത്തിൽ പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള, അതായത് ഫ്രാൻസിന് 3 ഇരട്ടി വലുപ്പമുള്ള ഒരു പ്രദേശം, ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. എന്താലേ? ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും മനുഷ്യരുടെ കൂട്ടായ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി പോലുള്ള സമ്മേളനങ്ങളും പാരീസ് ഉടമ്പടി പോലുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. അതിലൊന്നായ ദിനാചരണങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർത്തു വെച്ചോ, PSC FCRTയിൽ നിന്ന് ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പറഞ്ഞേ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ജൂൺ 8 ലോക സമുദ്ര ദിനം. അപ്പോൾ ജൂൺ 5-ന് ആചരിക്കുന്ന ലോക പരിസ്ഥിതി ദിനവും ജൂൺ 8-ന് ആചരിക്കുന്ന ലോക സമുദ്ര ദിനവും ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അറിവും അവബോധവും സൃഷ്ടിക്കലാണ്. ഈ വർഷം നടന്ന ഈ 2 ദിനാചരണങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കണം. ജൂൺ 5 പരിസ്ഥിതി ദിനം, ജൂൺ 8 ലോക സമുദ്ര ദിനം. ഓക്കെ. അപ്പോൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി നമ്മൾ നോക്കി. റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിലെ ജീൻ മാപ്പിങ്ങും DNA ഫിംഗർ പ്രിൻറ്റിങ്ങും ഒക്കെ നമ്മൾ നോക്കി. അതുപോലെ തന്നെ എന്താണ് ആതിഥേയ കോശം, എന്താണ് സെൻസ്, എന്താണ് വെക്ടേഴ്സ്, അതിലെന്താണ് ജനിതക പശ, എന്താണ് ജനിതക കത്രിക എന്ന് നോക്കി. ക്രിസ്പർ നോക്കി, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് നോക്കി, ജീവശാസ്ത്രം എങ്ങനെയാണ് AI ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കി. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി വയ്ക്കണം. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ. ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ. നന്ദി, നമസ്കാരം.